അനശ്വര പ്രണയത്തിൻ്റെ പ്രതീകം ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിലേക്കൊരു യാത്ര. ഡൽഹിയിൽ നിന്ന് നേരെ ആഗ്രയിൽ നിന്ന് താജ്മഹൽ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ മുമ്പ് തന്നെ വണ്ടി നിർത്തി. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ഷട്ടിലടിക്കുന്ന ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന വണ്ടി, കുതിര വണ്ടിയൊക്കെയാണുള്ളത്. ഞങ്ങൾ അതിൽ കയറി നേരെ താജ്മഹൽ ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. താജ്മഹലിലേക്കുള്ള എൻട്രി ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. Now there is no more tree. This tree all removed, right? Now. അങ്ങനെ ദേഹപരിശോധനയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് കയറുന്നു. അവിടെ ഒരുപാട് പഴയകാല ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് താജ്മഹലിൻ്റെ മുമ്പിൽ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഇവർ വെട്ടി മാറ്റിയിട്ട് നല്ല വിസിബിളായിട്ടാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ്. നമ്മളകത്തേക്ക് കയറുമ്പോൾ കാണുന്ന വലിയ നടുമുറ്റം. ആ നടുമുറ്റത്തിന് തന്നെ 4 ഗേറ്റുണ്ട്. അതിൽ ഒരു ഗേറ്റാണ് ഈ താജ്മഹലിലേക്ക് കടക്കുന്നത്. ഭയങ്കര ഹൈറ്റുള്ള, അതുപോലെ തന്നെ മുഗൾ സാമ്രാജ്യത്വത്തിൻ്റെ മുഴുവൻ കലകളും വിളിച്ചു പറയുന്ന അതിഗംഭീരമായ നിർമ്മാണമാണ്. ചുമല്ല ഇത് ലോകാത്ഭുതങ്ങളിൽ പെട്ടത്. നമ്മളതിൻ്റെ മെയിൻ എൻട്രൻസിലൂടെ ഇങ്ങനെ കയറുമ്പോൾ അതിൻ്റെ പ്രത്യേകത കാണാം. ആ കാണുന്ന ഹോളിലൂടെ താജ്മഹലിൻ്റെ മെയിൻ ടോംബ് നമുക്ക് കാണാം. അത് വളരെ ശാസ്ത്രീയമായൊരു നിർമ്മാണം എന്നാണ് അവിടെ പറയുന്നത്. ആ സെൻട്രലുള്ള ലൈനിലൂടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ ആ ഹോളിനകത്തുകൂടെ നമുക്ക് താജ്മഹലിനെ കാണാം. അതിനകത്തുള്ള നമ്മുടെ മുംതാസിൻ്റെ ഓർമ്മയ്ക്കാണല്ലോ ഇത് നിർമ്മിച്ചത്. അപ്പോൾ മുംതാസിൻ്റെ കബറിടം മുതൽ ഈ ഹോൾ വരെ ഒരു ലൈൻ ഇങ്ങനെ കാണുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു നിർമ്മാണത്തിൻ്റെ വൈദഗ്ധ്യം എന്ന് പറയുന്നത്. വളരെ അത്ഭുതമായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ താജ്മഹൽ നമ്മൾ ആ മെയിൻ റോഡ്സിനകത്ത് ഇങ്ങനെ ദൂരെ കാണാൻ പറ്റും. അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നടുമുറ്റം, അതിൽ നീളത്തിനൊരു വാട്ടർ ഫോണ്ട് കാണാം. പ്രണയം കാരണം ലോകാത്ഭുതങ്ങളിൽ ഒന്നുണ്ടാക്കിയ ഷാജഹാൻ്റെ സന്നിധിയിൽ മറ്റൊരു ഭാര്യയോടുള്ള പ്രണയം മൂത്ത ഒരു ഭർത്താവ് അവളെയും കൊണ്ട് താജ്മഹൽ കാണാൻ വന്നിരിക്കുന്നു. സംഗതി ലോകാത്ഭുതമൊക്കെ ആയിരിക്കാം. എന്നാലും സ്വന്തം പ്രണയിനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു നിർമ്മാണം സത്യത്തിൽ അത്ഭുതം തന്നെയാണ്. എന്തായാലും അവിടെ ഒരുപാട് ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർമാരുണ്ട്. നമുക്ക് ചെറിയൊരു പേയ്മെൻറ്റ് കൊടുത്താൽ അവരപ്പം തന്നെ ഫോട്ടോ എടുത്ത് നമ്മുടെ മൊബൈലിലേക്ക് ഡിജിറ്റലി തരും. അങ്ങനെ നമ്മൾ താജ്മഹലും പരിസരവും ഇങ്ങനെ ആദ്യം ചുറ്റി കറങ്ങി കാണുകയാണ്. കാരണം അതിനകത്ത് മസ്ജിദ് എന്ന് പറയാൻ കഴിയില്ല, ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. അങ്ങനെ ഒരു മതാചാരങ്ങളൊന്നും നടക്കുന്ന സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് പരിസരങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളതിൻ്റെ താഴെ നിൽക്കുമ്പോൾ താജ്മഹലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കയറാനുള്ള ഹൈറ്റാണ് ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ഒന്നര നിലയുടെ ഹൈറ്റ് അത് തന്നെ ഉണ്ട്. പിന്നെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് പരിസരത്ത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ സാധന സാമഗ്രികൾ നിങ്ങൾ തന്നെ സൂക്ഷിച്ചോണം, കുരങ്ങന്മാരെടുത്തുകൊണ്ട് പോയാൽ അവർ ഉത്തരവാദിയല്ല. എനിവേ, അങ്ങനെ താജ്മഹലിൻ്റെ ഏറ്റവും അടുത്ത് നമ്മൾ എത്തി നിൽക്കുന്നൊരു വീഡിയോ ആണത്. 4 ഭാഗത്തും നിർമ്മാണങ്ങളാണ്. അതും വലിയ വലിയ നിർമ്മിതികൾ. ആ കാലഘട്ടത്തിൽ ഇതൊക്കെ നിർമ്മിച്ചത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. നമ്മൾ ഇപ്പോൾ വലിയ സാങ്കേതിക മികവുള്ള കാലത്ത് ഉണ്ടാക്കിയതല്ലല്ലോ.
പക്ഷേ ഇപ്പോൾ പോലും നമുക്ക് ഇതുപോലത്തെ ഒരു നിർമ്മാണം സാധ്യമാണോ എന്നുള്ളതാണ്. അത്രയ്ക്ക് അത്ഭുതകരമായ നിർമ്മാണ രീതിയാണ് അതിന്. അതിൻ്റെ ഓരോ കല്ലുകളും വിലപ്പെട്ടതാണ്. അതിൻ്റെ ഓരോ മാർബിളുകളും ഈ നിലാവിൽ തിളങ്ങുന്നതുണ്ട്, സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്നുണ്ട്. രാത്രി നിലാവ് വെളിച്ചത്തിൽ തിളങ്ങുന്നത് കാണാൻ പ്രത്യേക ഒരു ടിക്കറ്റ് വെച്ചിട്ട് ആ സമയത്ത് അവരെ മാത്രം സ്പെസിഫിക്കായിട്ട് ആളുകളെ കയറ്റും എന്നൊക്കെയാണ് പറയണേ. അപ്പോൾ അത് താജ്മഹലിൻ്റെ അകത്തേക്ക് കയറാനുള്ള വഴിയാണ്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ കാണാം, ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ വൻമതിൽ പോലെ കാണുന്നത് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കയറാനാണ്. അത് തന്നെ വലിയ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നടന്നു പോകുമ്പോൾ നമ്മൾ സാധാരണ ഷൂവിനും പുറമേ അവരൊരു കവർ തരും. അത് നമ്മൾ മറച്ചിട്ട് വേണം അവിടെ ചവിട്ടി കയറാൻ. അങ്ങനെ ആ കവർ വാങ്ങുന്നത് ഇവിടെയാണ്. 30 രൂപ കൊടുത്ത് കമ്പൽസറി ആയിട്ട് നമ്മൾ ആ കവർ വാങ്ങി നമ്മുടെ ഷൂവിൻ്റെ മേലിലൂടെ ധരിച്ചിരിക്കണം. അങ്ങനെ അതൊക്കെ ഇട്ട് അകത്ത് പടി, ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ കയറാൻ തന്നെ നമ്മൾ ഒരു 1.5 നില 2 നില ഹൈറ്റിലുള്ള പടി ചവിട്ടി കയറി വേണം അതിൻ്റെ മുകളിലെത്താൻ. അതിൻ്റെ മുകളിലെത്തുമ്പോൾ കാഴ്ചകൾ കണ്ടോ. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ. ഒരു രക്ഷയില്ല. അത്ഭുതം എന്ന് വെറുതെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. അതായത് അതിനകത്ത് ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല, പക്ഷെ എന്നാലും ഏകദേശം അതിനകത്തുന്നവരെയുള്ള വീഡിയോ ഞാൻ എടുത്തു. പിന്നെ അതിൻ്റെ പിറകിലെ കാഴ്ചയാണിത്. വല്ലാത്തൊരു സംഭവമാണ്. പിന്നെ അതിൻ്റെ ഓരോ കല്ലിനും അല്ലെങ്കിൽ ഓരോ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ് അവർ വിശദീകരിക്കുമ്പോഴാണ്. ചുമ്മാ അല്ലല്ല യുനെസ്കോ അതൊരു അത്ഭുതത്തിൽപ്പെടുത്തുക. ചുമ്മാ ഏതെങ്കിലും ഒരു പള്ളി ഉണ്ടാക്കി വെച്ചാൽ അത്ഭുതമാവില്ലല്ലോ. അപ്പോൾ പിറകു വശത്ത് ഇങ്ങനെയാണ്. ഈ 4 ഭാഗത്തും കാണുന്ന വലിയ നീളത്തിലിരിക്കുന്ന മിനാരം പോലത്തെ അതിനകത്തൂടെ പടിയുണ്ട് മുകളിൽ കയറാൻ. അത് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ടല്ല നിൽക്കണേന്ന് അവർ പറയണത്. അതിൽ ജസ്റ്റ് ഒന്ന് ചരിഞ്ഞിട്ടാണ് ഉള്ളത്. അതിൻ്റെ എൻജിനീയറിങ് വൈദഗ്ധ്യത്തെക്കുറിച്ചൊക്കെയാണ് പറയണത്. എന്തായാലും അവിടെ കണ്ട കുറച്ച് സാധാരണക്കാരായ കർഷകരോടൊപ്പമൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു. തൊട്ട് ബാക്കിൽ കാണുന്നതാണ് യമുന. ആ യമുനയിലൂടെയാണ് ഇത് നിർമ്മിക്കാൻ ആവശ്യമായ എല്ലാ അസംസ്കൃത വസ്തുക്കളും കൊണ്ടുവന്നിരുന്നത്. അന്ന് റോഡ് മാർഗം കൊണ്ടുവരൽ അത്ര എളുപ്പമല്ലല്ലോ, റോഡില്ലല്ലോ. അപ്പോൾ ഈ വെള്ളത്തിലൂടെ ബോട്ടിലൂടെ വള്ളത്തിലൂടെയൊക്കെ ആയിരിക്കാം ഒഴുക്കി കൊണ്ടുവന്നതാണ്. രാജസ്ഥാനിൽ നിന്നും ഒക്കെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന്, തുർക്കിയിൽ നിന്നൊക്കെയാണ് ഒരുപാട് ഇതിനകത്തുള്ള മാർബിളുകൾ കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സംഭവം ഒരു അത്ഭുതം തന്നെയാണ്. ഷാജഹാൻ ചക്രവർത്തിയുടെ ആദ്യത്തെ ഭാര്യയിൽ കുട്ടികളില്ലെന്നും രണ്ടാമത് ആദ്യത്തെ മുംതാസിൻ്റെ ഭർത്താവിനെ ഒഴിവാക്കിയിട്ടോ മറ്റോ എന്തോ ചരിത്രങ്ങളുണ്ട്, ശേഷം വിവാഹം കഴിച്ചതാണെന്നും അതിൽ 14 കുട്ടികളുണ്ടെന്നും അതിലൊരു മകനാണ് ഔറംഗസീബെന്നും ഔറംഗസീബ് വാപ്പയുടെ ഈ ധൂർത്തും രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പണം ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതിൻ്റെ പേരിലൊക്കെ അദ്ദേഹത്തെ ജയിലിലടച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം അതിനു മുമ്പ് മുംതാസിന് വേണ്ടി നിർമ്മിച്ച ഈ സൗധം പോലെ മറ്റൊന്ന് നിർമ്മിക്കാനോ അവിടെ തുടക്കം കുറിച്ചു എന്നാണ് പറയണത്. അതാണ് ആ ദൂരെ കാണുന്നത്. അവിടെ അതിനുള്ള പണി തുടങ്ങി വെച്ചു. അപ്പോഴേക്കും മകൻ പിടിച്ച് ജയിലിലിട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാത്വികനായ മകൻ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മകൻ വാപ്പയുടെ ദൂർത്ത് സഹിക്കാതെ ജയിലിലിട്ടു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അങ്ങനെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ നിർമ്മാണം അവിടെ പാതി വഴിയിലായിപ്പോയി. ഇല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ലോകാത്ഭുതം കൂടി ചിലപ്പോൾ കാണാൻ കഴിയുമായിരുന്നു. സൈഡിലായി കാണുന്ന ആ ചുവന്ന നിറത്തിലുള്ള പള്ളി നമസ്കാരമൊക്കെ നടക്കുന്ന പള്ളിയാണ്. പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ. കാരണം യുണൈറ്റഡ് നേഷൻ്റെ കീഴിലുള്ള
വേൾഡ് ഹെറിറ്റേജ് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള യുനെസ്കോയാണ് ഇത് സംരക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ് വളരെ സുരക്ഷിതത്തോടു കൂടിയും വൃത്തിയായും ഭംഗിയായും ഇത് സൂക്ഷിച്ചിട്ടുണ്ട്. മറ്റൊരു മുഗൾ സാമ്രാജ്യത്വത്തിൻ്റെ ചരിത്ര ശേഷിപ്പായ കുത്തുബ് മിനാറിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.